Hello everyone, welcome back to Xylem Learning. Our Amazing Planet എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അഡ്രോമിസ് ആ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഫോർ യുവർ എക്സാം പർപ്പസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി സീസൺസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സീസൺസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പ്രധാനമായിട്ടും സീസണുകൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം കുറേ സീസണുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോ സീസണിലുള്ള ടെമ്പറേച്ചർ, ആ സമയത്ത് ഉണ്ടാവുന്ന ക്ലൈമറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അപ്പൊ സ്പ്രിങ്, സമ്മർ, ഫാള്, വിന്റർ, അതേപോലെ തന്നെ നമ്മുടെ മൺസൂൺ സീസൺ, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സീസൺസ് ഏതാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതേപോലെ തന്നെ അല്ലെ, എർത്തിന്റെ ഡേ ആൻഡ് നൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷെ കുറെ ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് എന്തുകൊണ്ടാണ് ഡേയും നൈറ്റും ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന് ആൻസർ ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ഡേയും നൈറ്റും ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? എർത്തിന്റെ റൊട്ടേഷൻ ആണ്. എന്നാൽ സീസൺസിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എർത്തിന്റെ റെവല്യൂഷൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡേ ആൻഡ് നൈറ്റ് ആർ കോസ്ഡ് ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. ദ എർത്ത് റൊട്ടേറ്റ്സ് വൺസ് എവറി 24 hours. എത്രയാണ്? 24 മണിക്കൂർ അല്ലെ? അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് എവറി പാർട്ട് ഓഫ് ദ പ്ലാനറ്റ് എക്സ്പീരിയൻസ് എ പീരീഡ് ഓഫ് ഡേ ലൈറ്റ് ആൻഡ് എ പീരീഡ് ഓഫ് ഡാർക്ക്നെറ്റ് ഇൻ ദാറ്റ് ടൈം ഫ്രെയിം. അപ്പൊ ഈ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, ഓരോ പ്രദേശവും എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ഡേയും ഫീൽ ചെയ്യുന്നുണ്ട്, നൈറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. As the earth rotates, different part of it are exposed to sun's light. When a particular location is facing the sun, it experiences daylight, and when it turned away the sun, it felt എന്താണ്, നൈറ്റ് ടൈം അല്ലെ? ആ സമയത്ത് എന്താ ഫെൽറ്റ് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു പ്രദേശത്ത് നൈറ്റ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എർത്തിന്റെ എക്സ്പോഷർ, അതായത് എർത്തിന്റെ സൺ എക്സ്പോഷർ ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് ഏതായിരിക്കും, ഡേ ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്ത് എന്തായിരിക്കും, ഡാർക്ക്നെസ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ടോർച്ച്, ഒരു നോർമലി നിങ്ങളൊരു ടോർച്ച് പിടിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഇരുട്ടുള്ള റൂമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഗ്ലോബ് വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ടോർച്ച് എങ്ങോട്ടേക്കാണോ വരുന്നത് ആ ഭാഗത്ത് എന്താണ്, നല്ല ലൈറ്റ് ഫീൽ ചെയ്യുക അല്ലെ? അതുപോലെ തന്നെയാണ് ഈ ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. അപ്പൊ എർത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യും, മാറി മാറി വരുന്നതായിരിക്കും ആ 24 hour ടൈം ഫ്രെയിമിനുള്ളിൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിക്കേ, ഇതെന്താണ്, എർത്തിന്റെ റെവല്യൂഷൻ ആണ്. അപ്പൊ എർത്തിന്റെ റെവല്യൂഷൻ കാരണമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സീസൺസ് ഫോം ചെയ്യുന്നത്. അപ്പൊ സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിന്റർ എന്ന് പറഞ്ഞ സീസൺസ് ഉണ്ട്. അപ്പൊ വിന്റർ ടൈം എന്ന് പറയുന്നത് ഡിസംബർ ടു ഫെബ്രുവരി ആണ്. സമ്മർ അഥവാ പ്രീ മൺസൂൺ എന്ന് പറയുന്നത് മാർച്ച് ടു മെയ് ആണ്. മൺസൂൺ അല്ലെങ്കിൽ റെയിനി സീസൺ എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. അതേപോലെ തന്നെ പോസ്റ്റ് മൺസൂൺ അഥവാ ഓട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ടു നവംബർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഏത് ടൈമിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അതേപോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന കാർഷിക വിളകളെ കുറിച്ചും അഗ്രികൾച്ചറൽ ക്രോപ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ധാരണയുണ്ടാവണം. അപ്പൊ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട 4 അഗ്രികൾച്ചർ സീസൺസ് ഉണ്ട്. ഖാരിഫ് സീസൺ, റാബി സീസൺ, അതേപോലെ തന്നെ സൈഡ് സീസൺ. അപ്പോൾ 4ാമത്തെ സീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നത് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാവരും മറക്കണ്ട, 4ാമത്തെ സീസൺ ഏതാണെന്നുള്ളതും കൂടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.